വെൽക്കം ടു മിനൂസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്, ഇന്ന് നമുക്കൊരു കല്യാണമുണ്ട്. നമ്മളെ റിലേറ്റീവിൻ്റെ തന്നെയാണ്, നമ്മുടെ അനിയത്തി കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ ഇന്ന് തലേ ദിവസമാണ്. അപ്പോൾ വലിയ റിസപ്ഷനൊന്നും വെച്ചിട്ടില്ല, എന്നാലും നമ്മുടെ ബന്ധുക്കളെല്ലാവരും ഉണ്ട്. അപ്പോൾ അരുവിക്കരയാണ്. വരുന്ന വഴിക്ക് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. വലിയ മഴയൊന്നും നനഞ്ഞില്ല, എന്നാലും പെട്ടെന്ന് ഇങ്ങനെ എത്തി. അപ്പോൾ നമ്മുടെ കസിൻസൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിനകത്ത് പഴക്കൊലയൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ പഴം ആരും കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് തൊലി കയ്യിലിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഇതാണ് നമ്മുടെ പാർക്കുട്ടി, ഇതാണ് കല്യാണ പെണ്ണ്. അപ്പോൾ അവളൊന്ന് വെറുതെ ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചേച്ചിയെ ഞാൻ ഫോട്ടോ എടുക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് പറ്റിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണ പെണ്ണിന് മെഹന്തിയൊക്കെ ഇട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ മോളും പിന്നെ ചേച്ചിയുടെ മോളും കൂടെ ചേർന്ന് രണ്ടുപേരും കൂടെ ഇട്ടു. നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഫുഡെല്ലാം കഴിച്ചു. ഇതാണ് സുന്ദരിക്കുട്ടി, മേക്കപ്പ് റാണിയാണ്. എന്തായാലും മെഹന്തിയുടെ ഒരു തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും രണ്ടുപേരും കൂടെ ചേർന്ന് മെഹന്തിയൊക്കെ തകർക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അമ്മ വന്നു. അമ്മ മഞ്ഞക്കിളിയായിട്ടൊക്കെ വന്നു. കല്യാണ പെണ്ണിന് പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നു. രാത്രിയായി, പിന്നെ ഞങ്ങളെല്ലാം അവിടെ തിരിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കല്യാണമാണ്. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് റെഡിയായി. ഞാൻ സാരി ആയിരുന്നു എടുത്തത്. മോള് പട്ടുപാവാടയാണ്, അത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. എനിക്ക് തയ്ക്കാനൊന്നും അങ്ങനെ അറിയില്ല. പിന്നെ സ്വന്തം ആവശ്യമാകുമ്പോൾ പിന്നെ പുറത്തുനിന്ന് അടി കിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെയാണ് മോളുടെ ഡ്രസ്സൊക്കെ റെഡിയാക്കി കൊടുത്തത്. രാവിലെ പിന്നെ അമ്പലത്തിൽ ഞങ്ങളെത്തി. അരുവിക്കര അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ കല്യാണ പെണ്ണ് റെഡിയായിട്ട് വന്നു. ഡാം കണ്ടോ, മഴയായതുകൊണ്ട് ഡാം വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സുന്ദരിപ്പാറു കണ്ടോ, അവളുടെ ബാഗാണ്. ബാഗിനകത്ത് ഫൗണ്ടേഷനുണ്ട്, ലിപ്സ്റ്റിക്കുണ്ട്. അപ്പോഴപ്പോഴും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അത് ഒരുങ്ങുന്നുണ്ടോ. എല്ലാം സെറ്റായിട്ടാണ് ഇരിക്കുന്നത് പുള്ളി. അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണ ചെറുക്കനെത്തി. അളിയനും കൂടെ ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം അവിടെ എവിടെയായിട്ട് നിന്നിട്ട് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അമ്പലത്തിനകത്ത് വെച്ചാണ് താലികെട്ട്. അപ്പോൾ കല്യാണ പെണ്ണ് റെഡിയായിട്ട് നിൽപ്പുണ്ട്. പയ്യനും എല്ലാം മണ്ഡപത്തിനകത്ത് ഇരിപ്പുണ്ട്.
പാറക്കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവരുടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളും പിന്നെ കുറച്ച് മാറിക്കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളാണ്. സദ്യയാണ്. മോന്ത വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. നേരിയ സാരിയൊക്കെ ഉടുത്ത് വാരി ചുറ്റിയതാ ഓടി വരുന്നുണ്ട് അടുത്ത സാരി ഉടുക്കാനായിട്ട്. കാരണം ഇവിടെ നിന്ന് എന്തായാലും 1 മണിക്ക് ഇറങ്ങണം. ഇച്ചിരി ദൂരെയാണ്, കൊല്ലം കഴിഞ്ഞ് പോകണം പയ്യൻ്റെ വീട്. അപ്പോൾ അതിൻ്റെ വെപ്രാളത്തിലൊക്കെയാണ് എല്ലാവരും. ടൈമും കിട്ടിയില്ല. അപ്പോൾ 11:30-ക്കായിരുന്നു കെട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 3 സാരി മാറ്റണം. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സമാധാനത്തിൽ സാരി ഉടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. സദ്യ ഉണ്ണാനായിട്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് സാരിയൊക്കെ കൊടുത്തു ഞങ്ങൾ അടുത്ത് പയ്യൻ്റെ വീട്ടിൽ പോകാനുള്ള സമയമായി. അങ്ങനെ എല്ലാവരെയും വിളിച്ച് നിർത്തി ഫോട്ടോയൊക്കെ എടുക്കാനുള്ള എന്നിട്ട് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞിരുന്ന ആളാണ് പോകുന്നിടത്ത് നിരത്തി കരച്ചിലായിരുന്നു. എല്ലാവരും കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു. ഇത് പാറക്കുട്ടിയുടെ ചേട്ടനാണ്. അപ്പോൾ എന്തായാലും അവൾ പോകുന്ന സമയത്ത് വന്ന് ടാറ്റയൊക്കെ പറയുകയാണ്. കരയൂല എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമൊക്കെ അഭിനയിച്ച ആളാണ്. പക്ഷേ രാത്രി 10 മണിക്ക് ഇവിടെ നിന്ന് ബൈക്ക് ഓട്ടിച്ച് കൊല്ലത്ത് പോയി കണ്ടിട്ട് വന്ന ആളാണ്. സത്യമായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ എന്നെ ഫോൺ വിളിച്ച് തെറി പറയരുത്. ആകെ ക്ഷീണം ഉണ്ടായിരുന്നു, എൻ്റെ അനിക്കുട്ടിക്ക് മാത്രമായിരുന്നു. അങ്ങനെ കല്യാണം തീർന്നതിൻ്റെ ക്ഷീണത്തിലെല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ കണ്ട കോലങ്ങളൊന്നുമല്ല ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും നമുക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.